ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മലബാറിൻ്റെ സ്പെഷ്യൽ കുഞ്ഞി പത്തിരി ആയിട്ടാണ്. അപ്പോൾ നമ്മൾ ഒരേപോലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് മടുക്കുമ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നൊരു വിഭവമാണ്. പത്തിരീൻ്റെ അത്ര ടൈം എടുക്കില്ല, അതിന് കുറച്ചും കൂടെ വേഗത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്തതെന്ന് പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇതിനായിട്ട് 250 ml മെഷറിംഗ് കപ്പിന് 1 കപ്പ് പത്തിരിപ്പൊടി എടുക്കുക. അതായത് നല്ല നൈസായിട്ടുള്ള അരിപ്പൊടി. ഇത് ഞാൻ മേടിച്ച പൊടിയാണ്. അപ്പം ഇതേ കപ്പിന് തന്നെ 1 കപ്പ് ചൂടുവെള്ളം കൂടെ ഒഴിച്ച് വേണം ഇത് കുഴച്ചെടുക്കാൻ. അപ്പോൾ ഇതിൽ ഞാൻ ഉപ്പിട്ടിട്ടുണ്ട്. ഈ വെള്ളത്തിൽ ഏകദേശം ഒരു 1/2 ടീസ്പൂണോളം ഉപ്പിട്ടാൽ മതി. ഒരുപാട് ഉപ്പിടണ്ട, കാരണം നമ്മൾ ഇതിനുണ്ടാക്കുന്ന ചമ്മന്തിയിലും ഉപ്പിടുന്നുണ്ട്. അപ്പോൾ ഇത് ഉപയോഗിച്ച് നന്നായിട്ട് നമ്മൾ ഒന്ന് കുഴച്ചെടുക്കണം. ആദ്യം നമുക്ക് സ്പൂൺ ഉപയോഗിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിന് തണുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാം. അപ്പം 1 കപ്പ് പൊടിക്ക് 1 കപ്പ് വെള്ളം എന്നുള്ളതാണ് കണക്ക്. അപ്പം നമ്മൾ ശരിക്കും വീട്ടിലുള്ള പൊടിച്ച പൊടിയൊക്കെ ആണെങ്കിൽ ഇത്രയും വെള്ളം ആവശ്യമില്ല. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയ പൊടി ആയതുകൊണ്ടാണ് കുറച്ചും അധികം വെള്ളം നമുക്ക് വേണ്ടി വരും. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് തണുത്തിട്ട് നമുക്ക് കൈ കൊണ്ടൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ ഇതൊരുവിധം ചൂട് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ കൈ വെച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് പൊടിയിട്ടിട്ട് അങ്ങനെ വേണമെങ്കിലും കുഴച്ചെടുക്കാം. അപ്പോൾ ഏതാണ് എളുപ്പം ആ രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ എനിക്ക് കുറച്ചും കൂടെ എളുപ്പമായിട്ട് തോന്നുന്നത് ചൂടുവെള്ളം ഒഴിച്ച് കുഴയ്ക്കാനാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ രീതിയിൽ ചെയ്തേക്കുന്നത്. അപ്പോൾ ഞാൻ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറുതായിട്ട് പരത്തിയെടുക്കണം. അപ്പോൾ ഏകദേശം ഈ ഒരു വലുപ്പത്തിന് ഇത് ജസ്റ്റ് ഒന്ന് നമുക്ക് ഇത് റൗണ്ടായിട്ടൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഇതൊരു ബോൾ പോലെ ആയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്യണം. ഒരുപാട് അങ്ങോട്ട് പരത്തണ്ട, ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഒരു ചെറിയൊരു റൗണ്ടായിട്ട് നമുക്ക് എടുക്കണം. അപ്പോൾ ഇതേ രീതിക്ക് തന്നെ നമുക്കെല്ലാം ഒന്ന് പരത്തിയെടുക്കണം. അപ്പോൾ കൈവച്ച് ചെറുതായിട്ട് ഉരുളയായിട്ട് ഉരുട്ടിയെടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. ഇത്രയും മാത്രം ചെയ്താൽ മതി. അപ്പോൾ ഏകദേശം എല്ലാം ഒരേ വലിപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാൻ നോക്കണം. അപ്പോൾ ഇതേപോലെ എല്ലാം നമുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഓൾറെഡി ഇത് സ്റ്റീം ചെയ്ത് എടുക്കാൻ വേണ്ടി ഇഡ്ഡലി പാത്രം ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പം നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അപ്പം ഇതെല്ലാം ഞാൻ പരത്തി കഴിഞ്ഞു. ഇനി ഇത് നമുക്ക് ഒന്ന് ആവിയിൽ വേവിച്ചെടുക്കാം. ഇനി ഇത് മൂടി വെച്ച് വേവിക്കണം നമുക്ക്. ഇത് വേവുമ്പോഴേക്കും നമുക്ക് ഇതിനുള്ള ചമ്മന്തി അരച്ചെടുക്കാം. ഇതിനായിട്ട് ജാറെടുത്ത് അതിലേക്ക് കുറച്ച് തേങ്ങ ഇടുക. ആവശ്യത്തിന് ഒരുപാട് തേങ്ങയൊന്നും വേണ്ട, കുറച്ച് തേങ്ങ, ഒരു പിടുത്തം തേങ്ങ ഇട്ട് കൊടുക്കുക. നമ്മൾ എടുക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നമുക്ക് തേങ്ങ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കുക. ഒരു 4 ചെറിയുള്ളി ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി. അപ്പോൾ എരിവ് കുറച്ചധികം വേണ്ടവർക്ക് ഒരു 1 ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരിത്തിരി ഒരു പൊടി വെള്ളം ഒഴിച്ചിട്ട് ഇത് ജസ്റ്റ് ഒന്ന് മിക്സിയിൽ ഒതുക്കിയെടുക്കണം. ഒരുപാട് അരഞ്ഞു പോകരുത്, ഒന്ന് ജസ്റ്റ് ഒതുക്കിയെടുത്താൽ മതി. ഇത് ഏകദേശം ഇതേപോലെ കിട്ടിയാൽ മതി. അപ്പോൾ നമ്മുടെ പത്തിരിയൊക്കെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കതൊരു വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നല്ല ചൂടുവെള്ളത്തിൽ കുഴച്ചാൽ മാത്രമേ ഈ പത്തിരിയൊക്കെ നല്ല സോഫ്റ്റ് ആവുള്ളൂ. അപ്പോൾ നമ്മുടെ വെള്ളത്തിൻ്റെ ചൂട് കുറഞ്ഞിട്ടുണ്ട്, പത്തിരി ഭയങ്കര ഹാർഡായി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നല്ല ചൂടുവെള്ളത്തിൽ വേണം കുഴച്ചെടുക്കാൻ. എല്ലാം ഞാൻ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ചമ്മന്തി ഒന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു പാത്രം വെച്ച് അതിലേക്ക് ഒരു 2 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ നന്നായി ചൂടായിട്ട് അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കണം. കടുകൊക്കെ പൊട്ടി കഴിയുമ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. നമ്മൾ അരച്ച് വെച്ച ചമ്മന്തി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഈ ചമ്മന്തിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടണം. അതുവരെ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ കുറച്ച് നേരം ഒന്ന് കുക്ക് ചെയ്യണം. ഇനി നമ്മുടെ പത്തിരിയൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. ചമ്മന്തിയൊക്കെ എല്ലാ ഭാഗത്തും ആകുന്ന രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ കുഞ്ഞിപ്പത്തിരി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് വീട്ടിലെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ നമുക്ക് ഈ മുളക് പൊടി അല്ലാതെ പച്ചമുളക് ഉപയോഗിച്ച് വേണമെങ്കിൽ നമുക്ക് ചമ്മന്തി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി പുതിയൊരു റെസിപ്പി ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും.